പല സാഹചര്യത്തിലും മൊബൈൽ ഫോണിൽ കോള് വരാതെ മൊബൈൽ ഡാറ്റ മാത്രം ഉപയോഗിക്കാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? ഓൺലൈൻ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്താണ് ഒരാൾ കോൾ ചെയ്യുന്നതെങ്കിൽ ആ ഗെയിമിൽ നിന്ന് നമ്മൾ ഔട്ടായി പോകാൻ പോലും സാധ്യതയുണ്ട്. അതുപോലെയുള്ള പല ഘട്ടത്തിലും നമുക്ക് കോളുകൾ വളരെയധികം ബുദ്ധിമുട്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കോളുകൾ ഒഴിവാക്കിയിട്ട് മൊബൈൽ ഡാറ്റ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന 2 മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ പറയുന്ന ആദ്യത്തെ മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളെ വിളിക്കുന്നവർക്ക് നിങ്ങൾ ബിസി ആണെന്നാണ് പറയുക. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിളിക്കുന്നവർക്കൊക്കെ നിങ്ങൾ സ്വിച്ച് ഓഫ് ആണെന്നേ പറയുകയുള്ളൂ. അപ്പോൾ ഈ 2 മെത്തേഡും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. നമ്മളെ വിളിക്കുന്നവർക്ക് നമ്മൾ ബിസിയാണെന്ന് പറയുന്ന ഓപ്ഷൻ ആദ്യം ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഡയൽ പാഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് *#*4636# എന്ന് ടൈപ്പ് ചെയ്താൽ ഇതുപോലെ ഫോൺ ഇൻഫോ എന്ന് പറയുന്നൊരു പേജ് അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി ലഭിക്കുന്നതാണ്. ഇനി ഈ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ്റെ സഹായം തേടാവുന്നതാണ്. പല ഫോണിലും പല സെറ്റിങ്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് 4G ഓൺലി എന്ന് സെർച്ച് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് 4G ഓൺലി ചെയ്യേണ്ട ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. 5G അല്ല, 4G ഓൺലി ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് ഏതെങ്കിലും 4G ഓൺലി എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എല്ലാ പെർമിഷനും കൊടുക്കുക. ഞാൻ എല്ലാ പെർമിഷനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് 3 മെത്തേഡുകൾ കാണാം. അതിൽ മെത്തേഡ് 1 ആൻഡ്രോയിഡ് 11 താഴെയുള്ള ഫോണുകൾ ഉപയോഗിക്കേണ്ടതാണ്. അതായത് പഴയ മൊബൈൽ ഫോണുകൾക്ക് അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി അല്പം പുതിയ മൊബൈൽ ഫോണിന് ആൻഡ്രോയിഡ് മെത്തേഡ് 2 ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അല്പനേരം കാത്തിരിക്കണം. ഓക്കെ, ആൻഡ്രോയിഡ് 11 മുകളിലുള്ള മൊബൈൽ ഫോണാണെങ്കിൽ മെത്തേഡ് 2ൽ ക്ലിക്ക് ചെയ്യാം. ഇനി മെത്തേഡ് 3 കാണാം. നിങ്ങളുടെ ഇത് രണ്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മെത്തേഡ് 3ലേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ആൻഡ്രോയിഡ് 11 മുകളിലുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ലഭിച്ച അതേ ഓപ്ഷൻ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം NR LTE GSM WCDMA ആണ് എൻ്റെതുള്ളത്. നിങ്ങളുടെ ഫോണിൽ മറ്റൊന്നായിരിക്കും. അപ്പം നിങ്ങളുടെ ഫോണിൽ എന്താണ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ഓപ്ഷനിലേക്ക് തന്നെ തിരിച്ചു വരണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, എൻ്റെത് എനിക്ക് ഓർമ്മയുണ്ടാകും. ഇനി ജസ്റ്റ് ഈ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ ഓൺ ആയി കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതിൽ LTE ഓൺലി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതാ LTE ഓൺലി, ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിനകത്ത് മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അത് പല ഫോണിലും പല ഓപ്ഷനിലായിരിക്കും ഉണ്ടാകുക. നിങ്ങളുടെ ഫോണിൻ്റെ മൊബൈൽ നെറ്റ്വർക്ക് ഓപ്ഷൻ ഓൺ ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ SIM 1 SIM 2 ഏതാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യുക. ഞാൻ SIM 1 ആണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം വോൾട്ടി കോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതൊന്ന് ഓഫാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം വൈഫൈ കോളിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ഫോൺ വൈഫൈ കണക്റ്റ് ആകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ഓഫാക്കിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോള് വരും. ഓക്കെ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കുന്നവർക്ക് ഇനി ബിസി ആണെന്ന് മാത്രമേ പറയൂ. പക്ഷേ നിങ്ങളുടെ നെറ്റ്വർക്ക് 4G ആയിരിക്കണം. 4G+ ആണെങ്കിൽ നിങ്ങൾക്ക് കോള് വരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ 4G ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഒട്ടുമിക്ക ഏരിയയിലും 4G ഓൺലി ചെയ്ത് കഴിഞ്ഞാൽ 4G+ അല്ല, 4G മാത്രം തന്നെ ലഭിക്കുന്നതാണ്. ചിലർക്ക് 4G+ കണക്റ്റ് ആവും ചില മൊബൈൽ ഫോണുകൾക്ക്. അങ്ങനെയുള്ളവർക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ഇനി ഈ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞു തരാം. ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തതാണ്. അതുപോലെ ഇത് ഒരുപാട് ആൾക്ക് അറിയുന്ന കാര്യമാണ്. എങ്കിലും അറിയാത്തവർക്ക് പറഞ്ഞു തരാം. ഇതാണ് കൂടുതൽ ബെറ്റർ. കാരണം നമുക്ക് ഫോൺ കോൾ വരില്ല എന്ന് 100% ഉറപ്പ് ഇതിലാണ്. അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ കോൾ ഫോർവേഡിംഗ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കോൾ ഫോർവേഡിങ്ങിൻ്റെ ഓപ്ഷൻ കിട്ടും. ഇപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെയല്ല സെറ്റിങ്സ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. മറ്റുള്ള ഫോണിലൊക്കെ നിങ്ങൾ കോൾ ഫോർവേഡിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കോൾ ഫോർവേഡിംഗ് ഓപ്ഷൻ കിട്ടുന്നതാണ്. ഇനി കോൾ ഫോർവേഡിംഗ് ഓപ്ഷൻ ഇവിടുന്ന് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഡയലർ ആപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഓപ്പൺ ചെയ്യുക. പല ഫോണിലും പല തരത്തിലായിരിക്കും, ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ശേഷം 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക.
കോളിംഗ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഓപ്പറേറ്റർ റിലേറ്റഡ് സെറ്റിംഗ്സ് ഉണ്ടാവും. ഇതൊക്കെ ചില ഫോണിൽ മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ സിം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. സിം 1 ആണോ 2 ആണോ എന്നൊക്കെ സെലക്ട് ചെയ്യേണ്ട ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം കോൾ ഫോർവേഡിംഗ് എന്ന് പറഞ്ഞിട്ട്. നേരത്തെ സെർച്ച് ചെയ്ത് കിട്ടിയവരും ഇവിടുന്ന് ഇതുപോലെ വന്നവരും ഈ കോൾ ഫോർവേഡിംഗ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കാത്തിരിക്കുക. അല്പസമയം എടുക്കും നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ആവാൻ. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഓൾവേസ് ഫോർവേഡഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനൊരു പോപ്പപ്പ് ഓണായി കിട്ടും. ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗിക്കാത്ത സിം ഉണ്ടാവുമല്ലോ, ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയി കിടക്കുന്നത്, അതായത് റീചാർജ് ഒന്നും ചെയ്യാതെ കട്ടായത്, അല്ലെങ്കിൽ നിങ്ങളുടേതോ സുഹൃത്തുക്കളുടേതായ ആര് വിളിച്ചാലും സ്വിച്ച് ഓഫ് പറയുന്ന ഫോൺ നമ്പർ വേണം ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ മറ്റൊരാൾക്ക് കോള് പോകുന്നത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ വരുന്ന കോളൊക്കെ അവർക്ക് പോകും. അപ്പോൾ സ്വിച്ച് ഓഫ് ആയി കിടക്കുന്ന, നിങ്ങളിപ്പോൾ റീചാർജ് ചെയ്യാതെയൊക്കെ കട്ടായി കിടക്കുന്ന ഏതെങ്കിലും സിം കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കാത്ത നിങ്ങളുടെ ഫോണിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അല്പസമയം കാത്തിരുന്നാൽ അത് കോൾ ഫോർവേഡിംഗ് ഓൺ ആകും. ഇനി നിങ്ങളുടെ ഫോണിൽ ആര് വിളിച്ചാലും അവർക്ക് സ്വിച്ച് ഓഫ് ആണ് പറയുക. നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ യഥേഷ്ടം ഉപയോഗിക്കാനും സാധിക്കും. ഇനി നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ആ സമയം വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇത് എക്സിറ്റ് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഓൾവേസ് ഫോർവേഡിങ്ങിൽ തന്നെ ആയാൽ ആര് വിളിച്ചാലും പിന്നീട് നിങ്ങളെ കിട്ടുന്നതല്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് ഫോൺ കോൾ വന്നോളും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.